Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ മണിക്കൂറുകളായിട്ട് ഗോക്കു പറഞ്ഞു കൊടുത്ത അതേ സ്റ്റെപ്സ് തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യും. അയ്യോ അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അത് ബിൽഡായി ഒരുപോലെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കും. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് ചോദിക്കും, ഇതെനിക്ക് മാത്രമാണോ വർക്കൗട്ട് ആവില്ല എന്ന് ഫീൽ ചെയ്യണേ? അതിന് ഗോട്ടൻ പറയും, എനിക്കും അങ്ങനെ തന്നെ തോന്നുകയാണെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെടും, വെറുതെ സംസാരിച്ച് സമയം കളയാതെ ട്രെയിനിങ് എടുക്ക്. അതിനവരാണെങ്കിൽ SR എന്ന് പറഞ്ഞ് വീണ്ടും ട്രെയിനിങ് എടുക്കുകയാണ്. ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഈ ഗോക്കു ശരിക്കും എന്താ ചെയ്യണേ? ട്രെയിനിങ് എന്ന് പറഞ്ഞ് എന്റെ മക്കൾക്ക് വെറുതെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിനോടകം ആ മാജിക് ബൂ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടാവും. കട്ട് ചെയ്ത മാജിക് ബൂ ആണെങ്കിൽ ഭൂമിയിലൂടെ ഹായ് ആയിട്ട് നടന്ന് അങ്ങനെ ഓരോന്ന് തകർത്ത് മുൻപോട്ടേക്ക് പോവാണ്. മാജിക് ബൂവിന് ഇപ്പൊ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു വില്ലേജിലേക്ക് കടന്നു വരികയാണ്. ഉടനെ ഒരു വണ്ടിക്കാരനാണെങ്കിൽ ബ്രേക്ക് ഔട്ട് അവനോട് മുമ്പിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറയും. ബോ ആണെങ്കിൽ അവനോട് ചോദിക്കും, എന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ടോ? അതിനവനാണെങ്കിൽ സൂക്ഷിച്ചു നോക്കും. നീ സുന്ദരനാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? ഞാൻ ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടില്ല. അപ്പോഴായിരിക്കും ആ ഡ്രൈവർ അവനെ ശ്രദ്ധിച്ചു നോക്കുക. ഓ നോ, അവനാണ് ആ മാജിക് ബൂ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും മാജിക് ബൂ ആ വണ്ടി അടക്കം തട്ടിത്തെറിപ്പിക്കുകയാണ്. ജസ്റ്റ് മിസ്സിന് അപകടങ്ങളൊന്നും സംഭവിക്കാതെ ജീവൻ തിരിച്ചു കിട്ടിയ ആ ഡ്രൈവർ ആണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ജനങ്ങൾ ഓരോരുത്തരാണെങ്കിൽ മാജിക് ബൂവിനെ തിരിച്ചറിഞ്ഞ് നാനാ ഭാഗത്തൂടെ ഓടി രക്ഷപ്പെടുകയാണ്. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ചുറ്റും നോക്കും. അവൻ ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടും. വാവ്, ഇത് ശരിക്കും ഒരു അടിപൊളി സ്ഥലമാണ്. റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും പറ്റിയൊരു സ്ഥലം ഞാൻ നോക്കി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് റെഡിയാവും. ഇവിടെയുള്ള ജനങ്ങളുടെ ശബ്ദം അത് വളരെ ഓവറാണ്, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അവരെ എല്ലാവരെയും ഞാൻ ക്ലേ ആക്കി മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബൂ ആണെങ്കിൽ അവരെ ക്ലേ ആക്കി മാറ്റും. അതിനുശേഷം പ്രദേശത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം തകർത്ത് അവിടെ പ്ലെയിനാക്കി എടുക്കുകയാണ്. പിന്നീട് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് പറഞ്ഞ് ആ ക്ലേ ഉപയോഗിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ബൂ ഒരു വീടുണ്ടാക്കിയെടുക്കും. ഒരു എലിക്കുഞ്ഞാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ആവു സൂപ്പർ, ഇതാണ് ബൂവിന്റെ വീടെന്ന് പറഞ്ഞ് അവനകത്തേക്ക് കയറി വരും. ഒരു ഡൈനിങ് ടേബിളും ചെയറും സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് ബൂ ഫുഡ് കഴിക്കും. അതിനുശേഷം ബാത്തിങ് ടബ് സെറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് ബൂ കുളിക്കുന്നു പറയും. അങ്ങനെ അവൻ ബാത്ത് ടബിൽ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഇപ്പൊ റെസ്റ്റ് ചെയ്യാനായിട്ട് കിടക്കുകയാണ്. അല്പസമയം ഉറങ്ങിയതിനു ശേഷം അവൻ ചാടി എഴുന്നേൽക്കും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു. 2 ദിവസത്തിനകം ശക്തന്മാരായ പോരാളികൾ ഇവിടേക്ക് എത്തും. അവരുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. അതുവരെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, ചില നഗരങ്ങളൊക്കെ ഞാൻ തിന്നു തീർക്കാന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. അതേസമയം ഇവിടെ ചീച്ചി അവളാണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണ് തുറക്കുകയാണ്. അവൾ ഗോഹാന്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഉടനെ എൽഡർ ലേഡി അവിടേക്ക് വന്ന് പറയും, ഇനി ഗോക്കു ഇവിടുന്ന് പോകാൻ 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. കിങ് ആണെങ്കിൽ ചീച്ചിയോട് പറയും, ചീച്ചി 15 മിനിറ്റ് മാത്രമേ ഗോകുവിനെ കാണാൻ നിനക്ക് സമയമുള്ളൂ, വേഗം എഴുന്നേക്ക്, അവൻ പോകുന്നതിന് മുൻപ് നിനക്ക് അവനെ കാണണ്ടേ. അങ്ങനെ സീൻ കട്ട് ചെയ്ത ട്രങ്ക്സും ഗോട്ടനും അവരാണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് ഫ്യൂഷൻ ടെക്നിക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ ഒരുപാട് നേരം ശ്രമിച്ചതിന് ശേഷം ഗോകുവിനോട് പറയും, ഞങ്ങളെ കൊണ്ട് ഇത് കഴിയും തോന്നുന്നില്ല, അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ സൂപ്പർ സയൻ പവർ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ട്രങ്ക്സ് ആണെങ്കിൽ ആവേശത്തോടു കൂടെ, ഞാൻ ആ റഡാർ എടുക്കാൻ പോയതുകൊണ്ട് തന്നെ എനിക്കിത് കാണാൻ കഴിഞ്ഞില്ല, ഒന്ന് കാണാൻ കഴിയുകയായിരുന്നെങ്കിൽ ഉറപ്പായാലും ഞങ്ങൾ സൂപ്പർ സയൻ 3rd ഫോമിലേക്ക് പോയി ആ ബോവിനെ തല്ലിക്കൊല്ലാന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഈ കുട്ടികൾ എന്തായി പറയണേ? ഇത് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളെ കൊണ്ട് ഒരിക്കലും സൂപ്പർ സയൻ ഫേസ് 3ലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു തവണ ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ പ്രോമിസ് ചെയ്യണം, ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഠിനമായിട്ട് ആ ഒരു ഫ്യൂഷൻ ചെയ്യാനായിട്ട് ട്രെയിനിങ് എടുക്കുമെന്ന്. അതിനവർ രണ്ടുപേരും ഓക്കെ പറയും. പിക്കലോ ആണെങ്കിൽ ഗോകുവിനോട് പറയും, വേണ്ട വേണ്ട, ഒരു കാരണവശാലും നീ ഇപ്പോൾ ചെയ്യാൻ പാടില്ല. നീ ഓൾറെഡി ആ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് നിന്റെ ഇവിടെ നിൽക്കാനുള്ള സമയം ഒരുപാട് ചുരുങ്ങിപ്പോയത്. നീ ആ ഒരു ഫേസ് പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിനക്ക് വളരെ വേഗം ഇവിടുന്ന് പോവേണ്ടതായിട്ട് വരും. അതിന് ഗോകു പറയും, ഓൾറെഡി ഇത്രയൊക്കെ ആയില്ലേ, ഒരു തവണ ഇവർക്ക് വേണ്ടി ഇത് ഞാൻ കാണിച്ചു കൊടുക്കാം. അത് ശരിക്കും ഒരു എൻകറേജ്മെന്റ് ആവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ പവർ കാണിക്കാൻ തയ്യാറാവും. നിങ്ങൾ രണ്ടുപേരും എന്റെ 3rd ഫേസ് കാണാൻ തയ്യാറായിക്കോന്ന് പറയും. അതിനവരാണെങ്കിൽ തയ്യാറാവും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ സൂപ്പർ സയൻ പവറിലേക്ക് പോകും. ഇതാണ് എന്റെ സൂപ്പർ സയൻ പവർ. അടുത്തതായിട്ട് ഇത് സൂപ്പർ സയൻ മുകളിലുള്ള പവറാണ്. സൂപ്പർ സയൻ ഫേസ് 2 എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ഇനി മൂന്നാമത്തേത് 3rd ഫേസ്, അതിതാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് അവന്റെ അൾട്ടിമേറ്റ് പവർ അതങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ചുറ്റും ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ പവറിൽ പിടിച്ചെക്കാൻ കഴിയാതെ തെറിച്ചു പോകും. കണ്ടു ബോയ്സ്, ഇതാണ് സൂപ്പർ സയൻ 3rd ഫേസ് പവർ. അത് കണ്ട് അവർ രണ്ടുപേരും ഇംപ്രസ്ഡ് ആവുകയാണ്. പാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഗോകുവിന്റെ അടുത്തേക്ക് വരും. പിക്കലോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടുകയാണ്. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഗോകു നിന്റെ സമയം അത് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഒരു നിമിഷം പോലും നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, മറ്റൊരു ലോകത്തേക്ക് പോകണം.
ഓ നോ, ഇത്ര വേഗം എന്റെ സമയം കഴിഞ്ഞു. സാരമില്ല പിക്കലോ, ബാക്കിയുള്ള കാര്യങ്ങൾ നീ നോക്കണം. അവർ ഫ്യൂഷൻ ടെക്നിക്ക് ഇങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും അവരെ കൊണ്ട് ഇത് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി കഴിഞ്ഞ പിക്കലോ, നിനക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുക. അതിന് പിക്കലോ ആണെങ്കിൽ ഓക്കെ പറയും. ഇവിടെ ചീച്ചിയാണെങ്കിൽ കണ്ണു തുറന്ന് ഞാൻ എവിടെയാണെന്ന് ചോദിക്കും. അതിന് ഓക്സ് കിങ് ആണെങ്കിൽ അവളോട് പറയും, എവിടെയാണെന്നും നിനക്ക് എന്താ സംഭവിച്ചതെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷെ ഇപ്പൊ സമയം വളരെ കുറച്ച് മാത്രമാണ് ബാക്കിയുള്ളത്. ഗോക്കു ഇവിടുന്ന് പോവാൻ സമയമായി. ഒരു ടവളാണെങ്കിൽ ചാടി എഴുന്നേൽക്കുകയാണ്. ഓ നോ, എനിക്ക് എത്രയും വേഗം ഗോക്കുവിനെ കാണണമെന്ന് പറഞ്ഞ് അവൾ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഗോക്കുവിനെ ഹഗ് ചെയ്ത് പൊട്ടിക്കരയാണ്. നീയും എന്നെ വിട്ടു പോവാണോ, അതും ഇത്രയും പെട്ടെന്ന്? ഗോക്കു ആണെങ്കിൽ അവളോട് പറയും, ഒരുപാട് സമയം ഇവിടെ നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അവളാണെങ്കിൽ വിഷമത്തിൽ, നീയും അതുപോലെ തന്നെ ഗോഹാനും എനിക്കിപ്പോൾ നഷ്ടപ്പെടാൻ പോവാണ്. അതിന് ഗോക്കു പറയും, ഉറപ്പായാലും ഇതൊരു വേൾഡിൽ ഗോഹാൻ അവൻ സേഫ് ആയിരിക്കും. പിന്നെ ഗോട്ടൻ അവൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ. അതിന് അവള് പറയും, ഗോട്ടൻ അവനെ നീ പോരാടാനായിട്ട് അയക്കല്ലേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗോട്ടൻ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് ആണെങ്കിൽ ഇപ്പൊ അവൾ ആശ്വസിപ്പിക്കുകയാണ്. തന്നെ എല്ലാവരുടെ യാത്ര പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവിടുന്ന് പോവാനായിട്ട് തുടങ്ങും. ഗോട്ടൻ ആണെങ്കിൽ തല താഴ്ത്തി നിൽക്കും. അത് കണ്ട് ചീച്ചി ആണെങ്കിൽ ഗോട്ടനോട് ചോദിക്കും, എന്തുപറ്റി, നിനക്ക് നിന്റെ പപ്പയെ ഹഗ് ചെയ്യണോ? പിന്നെ അവനാണെങ്കിൽ തല താഴ്ത്തി വേണമെന്ന് ആവശ്യപ്പെടും. ഉടനെ ഗോക്കു ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഇതിന് നീ എന്തിനാ ഇത്രയും നാണിക്കുന്നേ, ഞാൻ നിന്റെ പപ്പയെല്ലാം ചോദിച്ച് അവനെ ഹഗ് ചെയ്യും. നീ നിന്റെ അമ്മയെ ഇട്ട് നോക്കണം, പിക്കലോ പറയുന്ന അനുസരിച്ച് ട്രെയിനിങ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ച് ഗോക്കു ആണെങ്കിൽ അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബുൽമയും മൊട്ടപ്പനും മാസ്റ്റർ റോഷിയും അവരെല്ലാവരും കാർഡ്സ് കളിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ഫ്യൂഷനും സൂപ്പർ സയാൻ ഫേസ് 3യും രണ്ടും ശരിക്കും 2 പവറാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബുൽമയാണെങ്കിൽ കളിയിൽ ഹാട്രിക് അടിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോക്കുവും എൽഡർ ലേഡിയും അവർ രണ്ടുപേരും മറ്റൊരു ലോകത്തേക്ക് കടന്നു വരികയാണ്. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, സത്യത്തിൽ നീ ആ കുട്ടികളെ ആ വലിയ വില്ലന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് വലിയ തെറ്റല്ലേ, അവർ ശരിക്കും പൊടി പിള്ളേരല്ലേ? അതിന് ഗോക്കു പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ പവർ എനിക്ക് നന്നായിട്ട് അറിയാം, അവരെ കൊണ്ട് ആ മാജിക് ബൂവിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഗോക്കു ആണെങ്കിൽ എൽഡർ ലേഡിയോട് സംസാരിച്ച് കിങ് യാമയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. കിങ് യാമയാണെങ്കിൽ ഗോക്കുവിനെ കണ്ട്, ഓ ഗോക്കു, നീ നേരത്തെ എത്തിയോ? ഞാനൊരു അത്യാവശ്യ കാര്യം അറിയാനാണ് ഇവിടേക്ക് വന്നത്. എന്റെ മകൻ ഗോഹാൻ അവൻ ഇവിടേക്ക് വന്നോ? അതിന് കാലിനാണെങ്കിൽ ഇപ്പോ ഗോക്കുവിനോട് പറയും, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ, ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഗോക്കു പറയും, ഇനി ആളുകൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്, ഭൂമി ഇപ്പോൾ വലിയൊരു മാജിക് ബൂവിന്റെ കയ്യിൽ പെട്ടുപോയിരിക്കുകയാണ്. അത് കേട്ട് കാലിനാണെങ്കിൽ വണ്ടർ അടിക്കും. ഓ നോ, ഇങ്ങനെ സംഭവിച്ചാൽ വളരെ മോശമായിരിക്കും എന്ന് പറയും. കാലിനാണെങ്കിൽ ബുക്സ് എല്ലാം ചെക്ക് ചെയ്യും. എന്ന് പേരുള്ള ആരും ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയും. മാത്രമല്ല നിന്റെ മകൻ ഇവിടേക്ക് വന്ന ഉറപ്പായാലും അത് ഞാൻ അറിയും. അത് കേട്ട് ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. തിരിക്കട്ടെ, ഡാബ്ര എന്ന് പേരുള്ള ഒരാളെ നിനക്കറിയോ? അവൻ ഇവിടേക്ക് വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ വണ്ടർ അടിക്കുകയാണ്. ഗോക്കുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷം, എന്റെ മകൻ ഗോഹാൻ ഇപ്പൊ ജീവനോട് കൂടെ ഉണ്ട്, ഉറപ്പായാലും ഗോഹാൻ ആ ഒരു മോൺസ്റ്ററിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഗോക്കുവിന്റെ പവർ അതെനിക്ക് സെൻസ് ചെയ്യാൻ കഴിയാഞ്ഞത്? എന്തായിരിക്കും അവന് സംഭവിച്ചിട്ടുണ്ടാവുക? അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ ഗോഹാന്റെ പവർ അത് അവിടെ വെച്ച് സെൻസ് ചെയ്യാണ്. ഗോക്കു ആ പവർ അന്വേഷിച്ചു പോവും. കട്ട് ചെയ്ത ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഭൂമിയിലെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ തകർത്ത് ജനങ്ങളെയൊക്കെ കൊന്നൊടുക്കി മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗോഹാൻ ആണെങ്കിൽ ആ സ്ക്വാഡ് ഇപ്പൊ കുറെ കൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.